friends, welcome back to Joseph Vlogs and it's me Joseph here. Friends, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ പെട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് അടിപൊളിയായിട്ട് ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുട്ട ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫോ ചിക്കനോ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇവിടെ മുട്ടയാണ് കിട്ടാൻ എളുപ്പം, അതുകൊണ്ട് നമ്മൾ മുട്ട ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ മൈദപ്പൊടി ഉപ്പും ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാവിൻ്റെ ഒരു പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആ ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പത്തിരിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കൊരു 5-6 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മൾ ഓരോ ഫില്ലിങ്ങിൻ്റെ ഇടയിലും വെച്ച് കൊടുത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യണത്. നമ്മളിവിടെ ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചൂടാവുമ്പോൾ ഓരോന്നേ നമുക്ക് ഇട്ട് കൊടുത്ത് ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കാം. ബേസ് നമ്മളിപ്പം ദോശക്കല്ലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹാഫ് കുക്ക്ഡ് ആകുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി, കാരണം നമുക്കിത് ബേസിൽ വെച്ച് ഫില്ല് ചെയ്ത് പിന്നെ നമുക്ക് തീയിൽ വെക്കാനാണ്. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഒരു 6 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു കുറച്ച് സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് വഴന്നു വന്ന സവോളയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മസാലക്കൂട്ടുകളാണ് ഇടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ അടുത്തായിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത മസാല എന്ന് പറയുന്നത് ഒരു സ്പൂൺ മീറ്റ് മസാല നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതിൽ നമ്മൾ എരിവിനായിട്ട് പിന്നീട് യൂസ് ചെയ്യുന്നത്, എരിവിനും കളറിനും വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇടുവാണേ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കാണ് നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന 6 മുട്ടയിൽ നിന്ന് 3 മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമുക്ക് സ്പൂൺ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബീറ്ററും കൊണ്ടായാലും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ടത് നല്ല പതഞ്ഞ് വരുന്ന മാതിരി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി മുട്ടയാണ് നമ്മൾ അടിച്ച് നല്ല പതപ്പിച്ച് വെച്ചിരുന്ന മുട്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ സാധാരണ മുട്ടയൊക്കെ ചിക്കി പൊരിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവോളയുടെ ആ മിക്സും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് കുക്കായ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരുന്ന 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു പിഞ്ച് ഒക്കെ മതിയാവും. ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ മുട്ടയിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തപ്പോഴേക്കും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മൈദയുടെ ആ ബേസ് മുട്ടയുടെ ആ മിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ട് നമ്മളത് നേരെ ഇടുന്നത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു സോസ് പാൻ ടൈപ്പ് പാനിലേക്കാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേസ് എല്ലാം ഏകദേശം ഒരേ സൈസിലുള്ളതായിരിക്കണം. അപ്പോൾ അതിൻ്റെ മേലിലേക്ക് നമ്മൾ മുട്ട നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ മുട്ടയും സവോളയൊക്കെ ഉള്ള ആ ഒരു മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ബേസ് നമ്മൾ മുട്ടയിൽ സോക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആ ഫ്രൈ ചെയ്തിരുന്ന ആ മുട്ടയിലേക്ക് മേളിലേക്ക് വെച്ചു. സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ബേസ് വെച്ച് കൊടുക്കാം. എല്ലാം അതുപോലെ മുട്ടയിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ലെയർ ചെയ്യാം. On the beat.
on the mic, yeah. വെള്ളമിട്ട് രാഷ്ട്രീയം കളിച്ച് വോട്ട് കിട്ടി ജയിച്ചപ്പോ മലക്കം മറിഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ ചിരിച്ച് എളിച്ച് നാണമില്ല ഉളുപ്പില്ല തട്ടിച്ച് വെട്ടിച്ച് നാട്ടിലെ നിന്റെ ഷോ മുതലാകൂ വിവരമില്ലാത്തവനെ നിന്റെ ഇരയാകൂ അറിയാത്ത പിള്ള ചൊറിയുമ്പോഴേ മനസ്സിലാക്കൂ എന്നിട്ടും പഠിച്ചില്ലേൽ കൊണ്ടേ മതിയാകൂ വിനയം കാട്ടി ചതിക്കുഴി പുഴുതി ആകാശത്തു കൂടെ പോണതേണി വെച്ച് പിടിതി തലമേലെ വെക്കൂ നീ വയ്യാവേലി കണ്ണിൽ പൊടിയിട്ട് കോടിൻ ചതി അക്കൗണ്ടിൽ വന്ന 15 ലക്ഷം കൊണ്ട് ഓൻ വാങ്ങി തിന്ന ഉള്ളിവട പോളിസാനം ടയർ മാറ്റി തളർന്ന വണ്ടി പോളിസാനം ഞാനും എന്റെ കുടുംബവും മൈക്കില്ലാതെ പ്രസംഗം മോർണിംഗ് ഐ ഗോട്ട് അപ്പ് അറ്റ് നൈറ്റ് പോളിസാനം ഇക്കോണമി ഡിസ്പ്ലേ ആയി എംപ്ലോയ്മെന്റ് ഡിസ്പ്ലേ ആയി ഞാൻ പുതിയ ചാനൽ മേടിച്ചു പോളിസാനം 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 ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് 6th ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി വന്ന മുട്ടയുടെ ആ മിക്സും കൂടി സൈഡ് കൂടെ അതുപോലെ മേളിൽ നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അതായത് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ചട്ടിപ്പത്തിരി കുക്കാവാനായിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂടി തുറന്നിട്ട് ഒരു പാനിലേക്ക് ഒന്ന് മറിക്കാം. അപ്പോൾ നമുക്ക് 2 സൈഡും ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് മറിക്കുകയാണ് നമ്മുടെ ചട്ടിപ്പത്തിരി. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അതാ നമ്മൾ മറിച്ചിട്ടുണ്ട്. ഒരു സൈഡ് നല്ലോണം ആയിട്ടുണ്ട്, കണ്ടേ നോക്കിക്ക് നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് മറിച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് സമയം നമുക്കൊന്ന് 5 മിനിറ്റ് നമുക്കൊന്ന് ചട്ടിപ്പത്തിരി പാനിലൊന്ന് ചൂടാക്കിയെടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ സെറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, വേറൊന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു തവണ നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാര്യം അത്രയും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വേണേലും വെക്കാം, ബീഫോ ചിക്കൻ എന്ത് വേണേലും വെക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മുട്ട വെച്ച് ആണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മുട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഈ ഒരു സംഭവം. സോ എല്ലാവരും വീട്ടിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽമെറ്റ് മറന്ന് കുണ്ടും കോഴി ചാടി വന്ന് നട്ടല് മുടിഞ്ഞ് പളവിൽ നിന്ന ചേട്ടൻ പറഞ്ഞ് പോലീസാരം വരണുണ്ട് പോലീസാരം വരണ് അങ്ങേയറ്റം ഇങ്ങേയറ്റം നിന്നുകൊണ്ട് പിടി വലിയ അധികാരത്തിനു ചെരി തിരിഞ്ഞൊരു വടം വലി പണി വാരി കൂട്ടി രാഷ്ട്രീയ കണ്ടുപിടിത്തൽ അടിപൊളി നാട് മൊത്തം മോടിപടി ഈ ഭക്ഷണത്തിൽ കല്ലുപടി നന്നായി പോയാൽ കണ്ണുകടി ഉത്തരം മുട്ടുമ്പോ പള്ളുവിളി സ്റ്റീൽ കമ്പി ഇരുമ്പഴി 15 ലക്ഷം കൊണ്ട് ഓൻ വാങ്ങി തിന്ന ഉള്ളിവട പോളിസാനം ടയർ മാറ്റി തളർന്ന വണ്ടി പോളിസാനം ഞാനും എന്റെ കുടുംബവും ബൈക്കില്ലാതെ പ്രസംഗം മോർണിംഗ് ഐ ഗോട്ട് അപ്പ് അറ്റ് നൈറ്റ് പോളിസാനം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താം ഇന്ത്യൻ പോളിസാനം. സോ ഫ്രണ്ട്സ്, നമ്മൾ ബേസ് ഉണ്ടാക്കിയപ്പം മൈദ വെച്ച് ഉണ്ടാക്കിയ ആ ചപ്പാത്തി ബാക്കി വന്നിരുന്നു. അപ്പം അത് നല്ല മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. എനിവേസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇതിൽ നല്ല വീഡിയോസ് എടുത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.